بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലാണ് നമ്മളെല്ലാം ഉള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ മഗ്‌രിബോട് കൂടി റമദാൻ അവസാനിച്ച് ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കാം. മാസപ്പിറവി ദൃശ്യമായാൽ ചന്ദ്രൻ ഇന്ന് 20 മിനിറ്റ് സമയം ഉദയമുണ്ട്. ചന്ദ്രന്റെ സാന്നിധ്യമല്ല മാസം മാറാനുള്ള അടിസ്ഥാനം, അതിനെ കാണുക എന്നുള്ളതാണല്ലോ. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. അതുപ്രകാരം ഇന്ന് കണ്ടാൽ ഇന്നത്തോടുകൂടി റമദാൻ കഴിഞ്ഞു, നമ്മൾ നേരെ ശവ്വാലിലേക്ക് പ്രവേശിക്കും. ഇനി അതല്ല, മാസം കണ്ടില്ല എങ്കിൽ 30 പൂർത്തിയാക്കി നാളെ മഗ്‌രിബോട് കൂടി ശവ്വാലിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൂടി അധികം റമദാനെ കിട്ടുവാനും അതുപോലെ വെള്ളിയാഴ്ച അധികം കിട്ടുവാനും എല്ലാം നമുക്ക് മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണ് കണക്കാക്കി നമുക്കറിയില്ല. ഏതാണെങ്കിലും എണ്ണപ്പെട്ട മണിക്കൂറുകളാണ് ഇനി നമുക്ക് റമദാനിൽ ബാക്കിയുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ റമദാൻ കുറെയൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ പരിശ്രമിച്ചു. ധാരാളം പോരായ്മകൾ നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ അമലുകൾ. ഉള്ളത് തന്നെ ഇഖ്ലാസിന്റെ കുറവ് കൊണ്ടും ലോകമാന്യം കൊണ്ടും മറ്റു പല കാരണങ്ങളാലും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ ഏറെ സാധ്യതയുള്ള രീതിയാണ് നമ്മുടെയൊക്കെ രീതി. നമുക്കത്ര ഈമാനും തഖ്വയും ഒക്കെ ഉള്ളൂ എന്നുള്ളത് എല്ലാവരേക്കാൾ ഏറെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കബൂലാകാനുള്ള പ്രാർത്ഥന അതിപ്രധാനമാണ്. ഏത് കാര്യം ചെയ്താലും അത് റബ്ബേ സ്വീകരിക്കണേ എന്ന ദുആ ഉണ്ടാകുമ്പോൾ അത് ഒന്നുകൂടെ അതിന് ഒരു ബലം കൂടും എന്നാണല്ലോ. റബ്ബിന്റെ വഹ്യ് പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തിയിട്ട് പോലും അദ്ദേഹം കബൂലാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. കഅബ നിർമ്മിക്കാൻ കൽപ്പിച്ചത് അല്ലാഹുവാണ്, സ്ഥാനം നിശ്ചയിച്ചു കൊടുത്ത അല്ലാഹുവാണ്. എങ്ങനെ നിർമ്മിക്കണമെന്ന എല്ലാ നിർദ്ദേശങ്ങളും വഹ്യ് പ്രകാരമാണ് ലഭിച്ചത്. എന്നിട്ട് പോലും ആ പണി പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു പ്രാർത്ഥന അതാണ്, റബ്ബേ എല്ലാം സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജും അടക്കം എല്ലാ കാര്യങ്ങളും അതൊക്കെ സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ അത് വമ്പൻ നഷ്ടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം അല്ലാഹു തആല സ്വീകരിക്കണം. പടച്ച റബ്ബിന് നമ്മുടെ അമലൊന്നും ആവശ്യമില്ല. അതേസമയം റബ്ബിനുള്ള നമ്മുടെ നന്ദിയാണ് ഇബാദത്തുകൾ.
ആ നന്ദിക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകാമെന്ന് അവൻ സ്വയം ഏറ്റെടുത്തതാണ്. റബ്ബിന് യാതൊരു നിർബന്ധവുമില്ല ഇതിന് പ്രതിഫലം നൽകണമെന്നത്. റബ്ബ് തന്ന നിഅമത്തുകൾക്കുള്ള ശുക്റായിക്കൊണ്ടാണ് നമ്മൾ ഈ അമലുകൾ ചെയ്യുന്നത്. ആ ശുക്റിന് വീണ്ടും പ്രതിഫലം നൽകണമെന്ന് ഒരാവശ്യവുമില്ല. നമ്മുടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു തആല ശിക്ഷിച്ചാലും അത് നീതിയാണ്. ഒരാളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല. എല്ലാവരെയും നരകത്തിലേക്ക് ശിക്ഷിച്ചാലും അനീതിയല്ല. അവന്റെ പടപ്പുകളാണ്, അവന്റെ ഇഷ്ടമാണ്. നമുക്ക് സ്വർഗം വേണമെന്ന് അവകാശമായി പറയാൻ പ്രത്യേകിച്ചൊരു അവകാശവുമില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു നിഅമത്തിന് പോലും ശുക്ർ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്നാണ്. ഒറ്റ നിഅമത്ത്, ആ നിഅമത്ത് ശുക്ർ ചെയ്യണമെങ്കിൽ ധാരാളം നിഅമത്തുകളെ വേറെ അനുഭവിച്ചുകൊണ്ടല്ലാതെ ശുക്ർ ചെയ്യാൻ കഴിയില്ല. ഒരു അക്ഷരം നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഒരു നിഅമത്തല്ല, എത്രയോ നിഅമത്തുകളാണ്. നാവുണ്ടായാൽ മാത്രം സംസാരിക്കാൻ കഴിയില്ല. ശരീരത്തിലെ നാടിയും നരമ്പും ഹാർട്ടും ലിവറും ബ്രെയിനും അടക്കം എല്ലാം അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചലനം നടപ്പാക്കാൻ നമുക്ക് സാധിക്കുക. അഥവാ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കായ കോടിക്കണക്കായ നിഅമത്തുകളെ അനുഭവിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യനൊരു വാക്ക് പറയാൻ, കൈയൊന്ന് അനക്കാൻ, ഒരു വിരൽ ഉയർത്താൻ പോലും സാധിക്കുകയുള്ളൂ. അതിന് നന്ദി കാണിക്കാൻ അവൻ വിചാരിച്ചാൽ ആ നന്ദി ചെയ്യണമെങ്കിൽ കോടാനക്കോടി നിഅമത്തുകളെ വീണ്ടും അവൻ അനുഭവിക്കണം. കയ്യിന്റെ വിരലൊന്നും ഉയർത്തിയാൽ അത് കണക്കില്ലാത്ത അനുഗ്രഹമാണ്. അതിന് നന്ദി കാണിക്കണമെങ്കിലോ അതിലേറെ നിഅമത്തുകൾ അനുഭവിക്കണം. അൽഹംദുലില്ലാഹ് പറയണമെങ്കിൽ എത്ര നിഅമത്ത് അനുഭവിച്ചാലാണ് പറയാൻ കഴിയുക? എല്ലാ നിഅമത്തും ശുക്റിനെ നിർബന്ധമാക്കുന്നു, എല്ലാ ശുക്റും നിഅമത്തിനെയും നിർബന്ധമാക്കുന്നു. അതുകൊണ്ട് ഒരു നിഅമത്തിന് പോലും ശുക്ർ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ നമ്മൾ ധിക്കാരികളായി, അഹങ്കാരികളായി, പൊങ്ങച്ചം കാണിച്ച്, ലോകമാന്യം കാണിച്ച്, ഒരു വേള പടച്ച റബ്ബിനെ പോലും തള്ളിപ്പറഞ്ഞ് പോകുന്ന മനുഷ്യന്മാർ ഉണ്ട് എന്നുള്ളത് ഏറെ അത്ഭുതമാണ്, വേദനാജനകമാണ്. ആ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ വിനയാന്വിതരായി മാറുക എന്നതാണ് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളൊക്കെ ചെയ്യാൻ നമുക്കുള്ള ബാധ്യത എന്നാണ് എന്നോടും നിങ്ങളോടും ഒക്കെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ. അത് ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച റബ്ബിനെ കൂടുതൽ കൂടുതൽ വിനയാന്വിതരായി മാറുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി അവൻ അതിനും നമുക്ക് പ്രതിഫലം തരാം എന്ന് ഏറ്റിരിക്കുകയാണ്. നമ്മളിത് ശുക്രായി ചെയ്യുകയാണെങ്കിലും അല്ലാഹുവിന്റെ ഔദാര്യമായി അമൽ ചെയ്ത ഒരാളുടെയും അമലിനെ ഞാൻ പാഴാക്കുകയില്ല എന്ന് അല്ലാഹു തആല സ്വയം ഏറ്റെടുത്തു. അതവന്റെ ഫളലാണ്, അതവന്റെ റഹ്മത്താണ്. അത് നമ്മുടെ അവകാശമല്ല, അത് പടച്ച റബ്ബിന്റെ കാരുണ്യമാണ്, അവന്റെ ഔദാര്യമാണ്. ഫളലായി, റഹ്മത്തായി അവൻ നൽകിയ മറ്റൊരു നിഅമത്താണ് യഥാർത്ഥത്തിൽ അത്. ഏതായാലും വിശുദ്ധ റമദാൻ ജീവിതത്തിൽ ഒന്നുകൂടി അനുഭവിക്കാൻ നമുക്ക് അവസരമുണ്ടായി. നമ്മൾ ഉറപ്പിക്കേണ്ടത് ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഇനി റമദാൻ ഉണ്ടാവും, കഴിഞ്ഞു, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് എന്ന് ഉറപ്പിക്കുമ്പോഴാണ് ഈ ഒരു നിഅമത്തിന് കുറച്ചുകൂടി നമുക്ക് അതിന്റെ ഒരു മഹത്വം ബോധ്യപ്പെടുക. നിസ്കാരം പോലും പറഞ്ഞല്ലോ, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ എന്നാണ്. യാത്ര പറഞ്ഞ് പോകുന്നവൻ നിസ്കരിക്കും പോലെ നീ നിസ്കരിക്കുക എന്നാണ് സ്വഹാബിമാർ പഠിപ്പിച്ചത്. നിസ്കരിക്കാൻ വരുമ്പോ ഞാൻ ദുനിയാവിൽ നിന്ന് പോകണം, യാത്ര ചെയ്യാണ്, ഇനി വരൂല, ഇത് ലാസ്റ്റ് നിസ്കാരമാണെന്ന് തോന്നി. അപ്പൊ നമ്മളെ പള്ളിക്ക് വരുമ്പോ നമ്മൾ ഇവിടുന്ന് പോവാന്ന് വിചാരിക്കുന്നത്, ഈ നാട്ടിൽ നമ്മൾ വിറ്റ് ഒഴിവാക്കി, നാടൊക്കെ ഒഴിവാക്കി ഇവിടുന്ന് എന്നേക്കുമായി നമ്മൾ വേറെ നാട്ടിലേക്ക് യാത്ര പോകണമെങ്കിൽ പോലും ഈ ദുനിയാവിൽ നിന്ന് പോകണ്ട. നമ്മൾ ഈ നാടിന്ന് നമ്മളെ വീടും പറമ്പൊക്കെ വിറ്റ് ഇവിടെ നമ്മുടെ രേഖകളൊക്കെ എല്ലാം മാറ്റി മറ്റേതോ ഒരു നാട്ടിൽ ഇനി വരാനൊന്നും സാധ്യതയില്ലാത്ത വളരെ ദൂര നാട്ടിലേക്ക്, അവിടെ ഇനിയിപ്പോ ജോലിക്കാരൊക്കെ അവിടെയായി, അവിടെ സെറ്റിലാകാൻ തീരുമാനിച്ച് അവിടെ സ്ഥലമൊക്കെ വാങ്ങി അവിടെ എല്ലാം റെഡിയാക്കി ഇവിടെ നിന്നെല്ലാം വിറ്റുപെറുക്കി അവസാനം ഇവിടുന്ന് പോകുമ്പോ ആ പോണയ്ക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറി ആ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകണ വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഇനി ഈ പള്ളിക്ക് ഞാൻ വരുന്നുണ്ടാവില്ല, ഇത് ലാസ്റ്റാണ്, ഞാൻ പോവാണ്,
ഈ ഒരിക്കൽ ഞാൻ ഇങ്ങോട്ട് എത്തലുണ്ടാവില്ല എന്ന വിചാരമുണ്ടാകുമ്പോൾ വല്ലാത്തൊരു വൈകാരികത നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടും. ഓരോരുത്തരും കണ്ട് യാത്ര പറയുമ്പോ കരച്ചിൽ വരും, പള്ളിയിൽ ഇറങ്ങുമ്പോ കരച്ചിൽ വരും. അതൊരു വൈകാരികതയാണ്. എല്ലാ നിസ്കാരവും അതുപോലെയാകണം. ഒരു യാത്ര പറഞ്ഞ് പോകുന്നവൻ നിസ്കരിക്കും പോലെ നിസ്കരിക്കുക. ഇനി വരൂല, ഇത് ലാസ്റ്റാണ്, അവസാനമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അസറിന് ഞാൻ ഉണ്ടാവില്ല, കഴിഞ്ഞു, മരിക്കുമതിന് മുമ്പ് എന്ന ആ ബോധ്യത്തിലാണ് ളുഹറിന് പള്ളിക്ക് വരുന്നത് എങ്കിൽ ആ ളുഹർ നിസ്കാരം കുറച്ചുകൂടെ തഖ്വയും സൂക്ഷ്മതയും ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു ജുമുഅയ്ക്ക് വരുമ്പോ ഇനി അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാവില്ല, ഇതിന്റെ അവസാനത്തെ ജുമുഅയാണ്, ഇനി ഞാൻ ജുമുഅയ്ക്ക് വരാൻ ഞാൻ ജീവിച്ചിട്ടുണ്ടാവില്ല എന്ന ഒരു ബോധമുണ്ടെങ്കിൽ ആ ജുമുഅ നിസ്കാരത്തിൽ വല്ലാത്തൊരു ഭക്തി നമുക്ക് ഉണ്ടാവും. ആ സുജൂദിലും റുകൂഇലും ആ നൃത്തത്തിലും തസ്ബീഹിലും ഒക്കെ വല്ലാത്തൊരു വൈകാരികത, വല്ലാത്തൊരു സങ്കടവും വേദനയും എല്ലാം സ്വാഭാവികമായും ഉണ്ടാവും. എന്നതുപോലെ റമദാനും തന്നെ കഴിഞ്ഞു പോകുമ്പോൾ ഇതെന്റെ അവസാനത്തെ റമദാനാണ്, ഇതില്ല, ഇനി അടുത്തൊരു ഏതായാലും ഉണ്ടാവൂല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റമദാനാണ് കഴിയുമ്പോ, മാസം കണ്ടു എന്നറിയുമ്പോ ഒരു വേദന സ്വാഭാവികമായി നമുക്കുണ്ടാവും. ഇനി കിട്ടുന്നല്ലോ, കഴിഞ്ഞല്ലോ, ഇത്രയും കാലം കിട്ടി, ഇനി എനിക്കില്ല, ഞാൻ ഏതായാലും അടുത്ത റമദാന് മുമ്പ് ദുനിയാവിൽ പോകേണ്ടവരാണ് എന്ന ആ തിരിച്ചറിവ് അത് നോമ്പിനെ കാലത്ത് നമുക്ക് ഉണ്ടാകണം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ സ്വാഭാവികമായും വല്ലാത്തൊരു വൈകാരികമായ ഒരു സാഹചര്യം അതിലുണ്ടാവും. ഈ ചെയ്ത നോമ്പ് അവസാനത്തെ നോമ്പ് അടിഞ്ഞ നോമ്പ് ഉണ്ടാവില്ല. അപ്പോഴാണ് പഠിച്ചോനെ ഇത് സ്വീകരിക്കണം, ഇനി വേറെ പരിഹരിക്കാനില്ല, ഇനി കുറവുണ്ടെങ്കിൽ വേറെ നോക്കാൻ ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണമേ, നീ പറഞ്ഞ പോലെ പരമാവധിയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും മനുഷ്യന്മാരാണ് കുറവുകൾ ഉണ്ടാവും. അല്ലാഹു റസൂൽ പറഞ്ഞ എല്ലാം പാലിച്ചുകൊണ്ട് നിസ്കരിച്ചവരോ നോമ്പെടുത്തവരോ ദിക്ർ ചൊല്ലിയവരോ ഖുർആൻ ഓതിയവരോ ഒന്നുമല്ല നമ്മളാരും. പലതും നിയ്യത്ത് ശരിയായിട്ടില്ല, അതിന്റെ മര്യാദകൾ പാലിച്ചിട്ടില്ല, ചിലതൊക്കെ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തു പോയതുണ്ടാകും, ചെയ്തപ്പോൾ അല്ലാഹ്ക്ക് വേണ്ടി ആണെങ്കിലും പിന്നെങ്കിലും അതിന്റെ പേരിൽ ചില പേരും പെരുമയും ഒക്കെ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയോ കിട്ടുമ്പോ മനസ്സ് മാറുകയോ ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടാകാം. ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുക എന്നത് വലിയ പണിയാണ്. മുൻഗാമികൾ പറയുന്നത് ഖൽബിനെ സൂക്ഷിക്കാൻ ഏറ്റവും വലിയ പ്രയാസമാണ്. പെട്ടെന്ന് ഉദ്ദേശം മാറിപ്പോ വൃത്തം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിട്ട്, നിങ്ങൾക്ക് എന്താണ് ഭയങ്കര സജീവാണല്ലോ എന്ന് പറയുമ്പോ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അതോടുകൂടി നമ്മുടെ മനസ്സിൽ പക്ഷേ മാറിയേക്കാം. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം റമദാനെ കഴിയുന്നുള്ളൂ, അമലുകൾ അവസാനിക്കുന്നില്ല. അമലുകൾ അവസാനിക്കുക നമ്മുടെ മരണത്തോടു കൂടിയാണ്. അന്ധശ്വാസം എപ്പോഴാണോ മരിക്കുക അതുവരെയും നമുക്ക് അമലുകൾ കാത്തു സൂക്ഷിച്ചു പോകാനുണ്ട് കഴിവനുസരിച്ച്. റമദാൻ കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് അടുത്ത നോമ്പിന് കാണാം എന്നല്ല, പള്ളിയുമായുള്ള ബന്ധം റമദാനിൽ മാത്രമല്ല കൊല്ലം മുഴുവനും. റമദാൻ എന്നത് മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദർഭമായി, മുന്നോട്ട് പോകാൻ ആവശ്യമായ ഇന്ധനം ശേഖരിക്കാനുള്ള ഒരു വഴിയായി നമ്മൾ കാണുക. നമ്മൾ സാധാരണ യാത്രയുണ്ടല്ലോ, ഒരു സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ഉണ്ടാവും. ഒരേ വഴിക്ക് കുറേ പോകുമ്പോ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്, ഒന്ന് നിർത്തി മുന്നോട്ട് പോവുക, ഒന്ന് ഫ്രഷായി പോവുക, അതാണ് റമദാൻ. നമ്മൾ ദീർഘയാത്ര പോവുകയാണെങ്കിൽ വാഹനമെടുത്ത് കുടുംബസമേതം അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒത്ത് നമ്മൾ ദീർഘമായി യാത്ര പോകുമെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ പുറപ്പെട്ട നേരെ അവിടെ എത്തുന്നവരെ പോകുന്നല്ലോ. ഇവിടെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് അങ്ങനെ എല്ലാം റെഡിയായി നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടൊരു 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്ക് എല്ലാവരും കുഴങ്ങി, ഇടയ്ക്ക് ഓരോരുത്തർക്കൊന്ന് ഉറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഇരുന്ന് അങ്ങനെയാണ് കുറച്ച് പോകുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒന്ന് സൈഡാക്കിയിട്ട് ഒന്ന് ഫ്രഷായി പോകാം. എന്നാ നോക്കി എവിടെ ഒരു ഹോട്ടലുള്ളത്, എവിടെ ഒരു ബാത്റൂം ഉള്ളത്, എവിടെ സൗകര്യങ്ങൾ നോക്കി വണ്ടി നിർത്താനും പറ്റണം, ഭക്ഷണം കഴിക്കാനും പറ്റണം, ഒന്ന് കഴിയുമ്പോൾ കഴുകി ഒന്ന് ഫ്രഷായി നമുക്കങ്ങനെ പോകാം. അതാ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ അങ്ങനെ തിരക്കടില്ല, നല്ല ഹോട്ടൽ കണ്ടു, വണ്ടി നിർത്താനും സൗകര്യമുണ്ട്, നോക്കുമ്പോൾ തിരക്കടില്ല, ബോർഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടലാണ്, സൗകര്യം ഉണ്ട്, എന്നാ ശരി അവിടെ നിർത്താം. അപ്പൊ അവിടെ നിർത്തി കുറച്ച് സമയം അവിടെ നിന്ന് എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്ന് ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡോ കഴിച്ച് ഒക്കെ നിറായത ഒക്കെ ഇനി നമുക്ക് പോകാം. അപ്പൊ മുന്നോട്ടുള്ള പോക്കിന് ഒരു ഇന്ധനം ശേഖരിച്ചോ,
അതുവരെ വന്നപ്പോഴുണ്ടായ ക്ഷീണം, അതുവരെ വന്നപ്പോഴുണ്ടായ നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അതൊക്കെ ഒന്ന് മാറി, ഒന്ന് റെഡിയായി, ഉഷാറായി, നല്ലൊരു ഉന്മേഷത്തോടെ വീണ്ടും കയറി. പിന്നെയും കുറെ പോകുമ്പോൾ ഒരു 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ പോകുമ്പോ അപ്പോഴേക്ക് പിന്നെയും തോന്നുന്നു ഇങ്ങനെ മെല്ലെ മെല്ലെ ക്ഷീണിച്ചു. ഓരോരുത്തർക്ക് കുഴങ്ങി, ഓരോരുത്തർക്ക് ഉറക്കം വന്നു. അങ്ങനെ കുറച്ച് എടുക്കാറായി. അപ്പോഴേക്ക് വണ്ടിക്ക് എണ്ണയും കഴിയാനായി. എന്നായിക്കോട്ടെ, അടുത്ത നിർത്തുമ്പോ ഒരു പള്ളിയും ഒരു പെട്രോൾ പമ്പും ഒരു ഹോട്ടലും എല്ലാം കൂടെ ഉള്ള എവിടെയെങ്കിലും നമ്മളൊന്ന് നിർത്തുക എന്ന് പറയേണ്ടി വരും. അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു ഫോൺ വന്നുകൊണ്ടേക്ക്. നമ്മൾ ഏത് യാത്രയിലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്കിൽ ആത്മീയ യാത്രയിൽ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ പോകുന്ന ഒരു യാത്രയാണ് ഈ ദുനിയാവിലെ യാത്ര. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വന്ന് അവിടെ മുതൽ ആരംഭിച്ച ദുനിയാവിലെ ഈ പ്രയാണം നിൽക്കാതെ പോകണം. ഇതിൽ ചെന്നെത്തേണ്ടത് സ്വർഗത്തിലാണ്. ഈ യാത്ര നമ്മൾ അവസാനിക്കേണ്ടത് സ്വർഗത്തിലാണ്. നമ്മുടെ കാല് സ്വർഗത്തിൽ കുത്തുമ്പോഴാണ് സമാധാനമാകേണ്ടത്. അതുവരെ നമുക്ക് സമാധാനം ഉണ്ടായിക്കൊള്ളും. ആ ഒരു യാത്രയിൽ ഈ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് അത് ആവശ്യമാണ്. ഒരേ പോക്ക് പോകാൻ കഴിയില്ല. എല്ലാ രംഗത്തും ഹക്കും ബാത്തും നോക്കി, ഹറാമും ഹലാലും നോക്കി 100% മുത്തഖീങ്ങളായി നമ്മൾ ആരും ജീവിക്കലില്ല. ഇടയ്ക്കൊക്കെ സ്വാഭാവികമായിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലും ഒരു വേണ്ടാവൃത്തികൾ, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ നമ്മൾ ചെയ്തു പോകും. പറയാൻ പറ്റാത്ത വാക്ക് പറഞ്ഞു പോകും, കാണാൻ പറ്റാത്ത കണ്ടുപോകും, കേൾക്കാൻ പറ്റാത്ത കേട്ടേക്കാം, പലതും ചിന്തിച്ചേക്കാം, പലതും പ്രവർത്തിച്ചേക്കാം. അങ്ങനെ ഇങ്ങനെ അനാവശ്യങ്ങൾ പലതും ഇങ്ങനെ വന്നുകൂടി അവിടെ യാത്രക്ക് ഇങ്ങനെ ഒരു ഉന്മേഷം കുറയും. അപ്പൊ ഒരു സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്, ഒന്ന് ഫ്രഷ് ആകും. ഒരു റമദാൻ വരുമ്പോ ഒന്നടക്കം ഉത്സാറായി എല്ലാവരും കൂടെ ഒന്ന് പള്ളിയിൽ വന്ന് ഒന്ന് റെഡിയായി, നോമ്പൊക്കെ നോറ്റ് ഖുർആൻ എടുത്ത് ഓതി, പള്ളിയുമായി കുറച്ച് ബന്ധം സ്ഥാപിച്ച് കുറച്ച് ക്ലാസ്സും ഉത്ബോധനൊക്കെ അതും കിട്ടി, വെള്ളിയാഴ്ച ജുമാ ഖുതുബയും കിട്ടി, എല്ലാം കൂടെ ആകുമ്പോൾ അങ്ങനെ ആയാൽ പറ്റും. ഉഷാറായി ഈ 2 ശവ്വാലിലേക്ക് കടക്കുമ്പോൾ ഇനി മുമ്പത്തിനേക്കാളും ഉഷാർ നമുക്കണ്ട് യാത്ര പോകാൻ പറ്റും. അതൊക്കെ പോയി ഒരു 10-11 മാസം കഴിയുമ്പോഴേക്ക് വീണ്ടും മെല്ലെ അങ്ങനെ പുറകോട്ട് വരും. അതിനിടയ്ക്ക് ചെറിയ ഫ്രഷുകൾ വരണ്ടാവും. നമ്മൾ ദുനിയാവ് യാത്ര അങ്ങനെയാണ്. എല്ലായിടത്തും ഫുഡ് കഴിക്കാൻ മാത്രം നിർത്തല്. കുറച്ചെല്ലാം വേണം ഒന്നിന് വെള്ളം കുടിക്കാൻ. അതിപ്പോ ഇറങ്ങുന്നില്ല. വണ്ടി സൈഡാക്കി ആ കടയിൽ വാങ്ങി പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കുപ്പി വെള്ളം അത് കുടിച്ചാൽ പോകാം. അതിന് പോണേക്ക് അവിടെ എന്തെങ്കിലും ഒരു ഓറഞ്ച് വെക്കുക, അതുകൊണ്ട് വാങ്ങിക്കോ. വണ്ടി സൈഡാക്കി ഇറങ്ങുന്നില്ല. ആ ഗ്ലാസ് താറ്റി ആ ഓറഞ്ച് വാങ്ങിക്കാം. അത് വണ്ടിനെ അങ്ങനെ പോകാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മിഠായി, ഒരു കടല, മറ്റൊന്ന് വിൽക്കുക, അതുകൊണ്ട് വാങ്ങിക്കോ. അപ്പൊ യാത്ര നല്ലതാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഇതുണ്ടാവും, ചെറിയ ഫ്രഷ്നെസ്സുകൾ. അതാണ് വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോ അതൊന്നും തള്ളി കൊടുക്കാൻ. എല്ലാ വക്തും പള്ളിക്ക് എത്തുമ്പോ അതൊന്നും കൂടെ ഒരു ഉഷാറാവാൻ, ഇടയ്ക്ക് ഒരു ഉത്ബോധനം അത് കിട്ടുമ്പോ അത് ഒന്നാണ്ട് ഉത്ബോധനം ഉണ്ടാവാൻ അതിനടി നടക്കുകയാണ്. അത് കഴിഞ്ഞ് 11 മാസം കഴിയുമ്പോഴേക്ക് അടുത്ത റമദാനായി. അപ്പൊ ഒന്നും കൂടെ നമ്മുടെ വണ്ടി സൈഡാക്കുന്ന ഇറങ്ങി മൊത്തത്തില് ശേഖരിക്കേണ്ട ഇന്ധനമെല്ലാം ശേഖരിച്ച് ഒന്ന് ഉഷാറാക്കി പിന്നാണ് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുക. അപ്പൊ അവിടെ നമ്മളുള്ളത് നമ്മൾ ഇറങ്ങി ക്ലിയറാക്കി, കഴുകാളൊക്കെ കഴുകി, അഴുക്കെല്ലാം വൃത്തിയാക്കി, എല്ലാം റെഡിയായി സെറ്റായി ഇനി ശവ്വാലിലേക്കാണ് പുറപ്പെടാൻ നിൽക്കുകയാണ്. പൊക്കെ റെഡിയാണ്. വണ്ടി ഫുൾ ടാങ്ക് എണ്ണടിച്ചു. നമ്മൾ നല്ല ഫ്രഷായി. കുറച്ചൊക്കെ അവിടെയും പടിയും അഴുക്കും പൊടിയും ചളിയൊക്കെ പറ്റി പിടിച്ചത് അതൊക്കെ കണ്ട് ഒന്ന് വൃത്തിയാക്കി ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവോട് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് നോമ്പെടുത്ത് സ്വതക്ക ചെയ്ത് അങ്ങനെ ഒന്ന് ഈമാനൊക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് ഇനി ഇറങ്ങുന്നത്. അപ്പൊ അതാ യാത്രയിൽ കാണണം. അല്ലാതെ ഇനി പുറക്കട്ടെ നമുക്ക് അടുത്തത് നോക്കാതാണെങ്കിൽ എന്തിനാണോ ആ വണ്ടി സൈഡാക്കിയത് അത് നടന്നിട്ടില്ല. വണ്ടി സൈഡാക്കിയത് ഫ്രഷ് ആവാനാ, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നതിന്റെ അർത്ഥം. വണ്ടി ഇറങ്ങി എല്ലാം കഴിഞ്ഞ് തിരിച്ചു യാത്ര ആരംഭിക്കുമ്പോഴും എണ്ണ അടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ആ ഇറക്കം കൊണ്ട് എന്ത് കാര്യമുണ്ട്? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടാവണം. ഇതോടുകൂടി തഖ്വ കൂടി, അറിവുകൾ കുറെ ലഭിച്ചു. റമദാനിന് മുമ്പ് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ റമദാൻ ക്ലാസ്സുകളുടെയും മറ്റുമായി നമ്മൾ മനസ്സിലാക്കി.
ചില തീരുമാനങ്ങൾ നമ്മളൊക്കെ എടുത്തു. ചില ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് തീരുമാനിച്ചിട്ടുണ്ടാവും. നമ്മൾക്കുണ്ടാവും ഓരോ ക്ലാസ് കേൾക്കുമ്പോഴാണ് പക്ഷെ അങ്ങനെ കണ്ടോ അത് എനിക്കറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ചില സംഗതി ഒന്ന് പഠിക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഖുർആൻ പഠിക്കണം എന്ന് തീരുമാനിച്ച ആളുകളുണ്ടാവും. ചിലപ്പോൾ ഖുർആൻ പരിഭാഷ വായിച്ച മനുഷ്യന്മാരുണ്ടാവും ഈ ദിവസങ്ങളിൽ. അപ്പോഴാണ് പഠിച്ചത് എന്തൊക്കെ ഞാൻ ഈ കാലം വരെ അറിഞ്ഞിട്ടില്ല, എന്നാ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണം. അപ്പൊ എല്ലാ ബുധനാഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ട്, നമ്മളെ പങ്കെടുക്കണം. എന്ത് ത്യാഗം ചെയ്താലും വേണ്ടില്ല അതിലേക്ക് എത്തണം. കാരണം ഈ ഒരു കണക്ഷൻ കിട്ടി ഇങ്ങനെ വിട്ടുപോകാൻ പാടില്ല. എല്ലാ ഞായറാഴ്ചയും ഫിഖ് ക്ലാസ് ഉണ്ട്, ഖവായിദുൽ ഫിഖ്ഹിയ്യ, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമങ്ങളെ അറിയാൻ പറ്റാവുന്ന കോടാനുകോടി മസ്അലകൾ പഠിക്കുന്നതിന് തുല്യമാണ് ഖവായിദുൽ ഫിഖ്ഹിയ്യ പഠിക്കുന്നത്. ഫിഖ് ക്ലാസ്സിൽ എത്രയോ ഇരട്ടിയാണ് ഖവായിദുൽ ഫിഖ്ഹിയ്യക്ക് മഹത്വം. ഒരു ഖായിദ പഠിച്ചാൽ 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം മസ്അലയ്ക്കാണ് വെളിച്ചമുണ്ടാവുക. അബ്ദുറഹ്മാൻ സഈദിയുടെ ഖവായിദുൽ ഫിഖ്ഹിയ്യ എല്ലാ നാളെയും സുബഹിക്ക് ക്ലാസ് ഉണ്ട്. നമ്മുടെ ആഷിഖുൽ ഹിക്മിയാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ അത് മിസ്സാവാതെ നോക്കാൻ പറ്റും. അതുപോലെ അഖീദ ക്ലാസ്, ഷഫീ സ്വലാഹി ക്ലാസ് ആഴ്ച ദിവസം. ഇതൊക്കെ ഇതുവരെ മര്യാദക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കണ്ട് അതൊക്കെ വേണം. അതൊക്കെ നമുക്കുള്ളതാണ്. അഖീദ പഠിക്കണം. നമുക്ക് അഖീദയുടെ എത്ര മേഖലകൾ നമുക്കറിയാത്തതുണ്ട്. നമ്മുടെ അഖീദ ബന്ധം പഠിക്കാൻ നമുക്ക് തൗഹീദ് ഉണ്ടല്ലോ, നമ്മുടെ വിശ്വാസം ശരിയല്ലേ, അത് മാത്രമല്ലല്ലോ, വിശ്വാസങ്ങളുടെ വിശാലമായ ഏരിയകൾ നമുക്ക് പഠിക്കാനുണ്ട്, പഠിപ്പിക്കാൻ സംവിധാനമുണ്ട്. ഇവിടെ ചേർക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ തേടിപ്പോണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ മതി. ചരിത്ര ക്ലാസ് നമുക്ക് മാസത്തൊരിക്കൽ അഹ്ലുസുന്നയുടെ നേതാക്കൾ എന്ന പേരിൽ മാസത്തൊരിക്കൽ നമ്മൾ ചരിത്ര ക്ലാസ് എടുക്കുന്നുണ്ട്. ഓരോ ഇമാമിങ്ങളുടെ ചരിത്രം, അബൂ ഹനീഫയെ കുറിച്ച് പറഞ്ഞു, ഇമാം മാലിക്കിനെ കുറിച്ചും പറഞ്ഞു. കഴിഞ്ഞ റമദാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഇനി റമദാൻ കഴിഞ്ഞ് നമ്മൾ തുടർന്ന് പോകണം. ബാക്കി അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളെ പരിചയപ്പെടുന്ന ആ ക്ലാസ് നമുക്ക് വലിയ ഊർജ്ജമാണ്. മുന്നോട്ട് പോകാൻ വലിയ ആവേശം ലഭിക്കും അവരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ. വിശുദ്ധ ഖുർആനിൽ പോലും അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞല്ലോ, ഈ ചരിത്രത്തിൽ ഒരു ഇബ്റത്ത്, ഒരു ഗുണപാഠമുണ്ട്. മുന്നോട്ട് പോകാൻ ആവശ്യമായ എനർജി കിട്ടും ചരിത്രം കേൾക്കുമ്പോൾ. നബിക്കെതിരെ അല്ലാഹു ഈ കഥയൊക്കെ പറഞ്ഞത് ലിനുസബ്ബിത ബിഹി ഫുആദക, ഒരു മനസ്സിനൊരു ധൈര്യം. ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നു, ആക്രമിക്കുന്നു, നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, എന്നും ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ പാടാകുമ്പോ ഇബ്രാഹിമിന്റെ ചരിത്രം ഇങ്ങനെയാണ്, മൂസാ നബിയുടെ ഇങ്ങനെയാണ്, യഹ്യാ നബിന്റെ ഇങ്ങനെയാണ്, വിഷയമല്ലോ. അതൊരു ധൈര്യമാണ്, അതൊരു തസ്ബീത്ത്, ഒരു സ്ഥിരതയാണ്. അതിനാണ് നമ്മൾ അഹ്ലുസുന്നയുടെ ചരിത്രം രേഖപ്പെടുത്തിയതും അതിവിടെ പകർന്നു കൊടുക്കുന്നതൊക്കെ. അങ്ങനെയുള്ള വഴികൾ നമ്മൾ തീരുമാനമെടുക്കണം. 5 നേരത്തെ ജമാഅത്ത് പരമാവധി പള്ളി എത്തിപ്പെട്ട് ആദ്യത്തെ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കണമെന്ന നിർബന്ധം പുതിയ റമദാനിൽ നമ്മളൊക്കെ കാണിച്ചു. ഇന്നിപ്പോ റമദാൻ 29ആണ്. നമ്മളിപ്പോ നിസ്കരിച്ച ഈ ളുഹ്റോട് കൂടി 144 വക്തുകൾ കഴിഞ്ഞു. 144 വക്ത് റമദാൻ മാസത്തിൽ കഴിഞ്ഞു പോയി. ഞാൻ അസ്ർ 145ാമത്തെ വക്താണ്. ഏതാണ്ടൊക്കെ ജമാഅത്തായി പങ്കെടുക്കാൻ നമ്മൾ ശ്രമിച്ചല്ലോ. ചിലതൊക്കെ എന്തെങ്കിലും ന്യായമായ കാരണത്താൽ ഒരു പക്ഷെ മിസ്സായതുണ്ടായേക്കാം, എവിടെയും ബ്ലോക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വന്നു, അങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല, അങ്ങനത്തെ പക്ഷെ ഉണ്ടായേക്കാം. ബോധപൂർവ്വം നമ്മൾ ആരും ഒരു ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല റമദാനിൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നടക്കും, കഴിയും എന്ന് മനസ്സിലായി. എന്നാ പിന്നെ ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞാൽ ഇശാ ജമാഅത്തുണ്ട്, നാളെ സുബഹി ജമാഅത്തുണ്ട്, നാളെ ദുഹ്ർ ജമാഅത്തുണ്ട്. എങ്കിൽ ഇതങ്ങനെ തുറന്നോട്ടെ, ഇനി നിർത്തേണ്ട ആവശ്യമില്ല. അവർ പക്ഷെ നമ്മൾ എപ്പോഴും ഈ പള്ളിക്ക് എത്തിക്കൊള്ളുന്നില്ല. റമദാനാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കച്ചവടം മറ്റൊക്കെ നിൽക്കാനും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെച്ചും വെച്ചും നാട്ടിൽ വന്ന് കൂടിയായിരിക്കും. എന്ന പോലെ എല്ലാ കാലവും നമ്മൾ ഈ പള്ളിക്ക് വരാൻ കഴിയുമോ? ഉണ്ടാവില്ല. നമ്മൾ ഏർപ്പാടിന് പോണ ആളാണ്, മൈഷ് നോക്കി പോണ ആളാണ്. അപ്പൊ പോണ സ്ഥലത്ത്, നമ്മളുള്ള സ്ഥലത്ത്, പോകുന്ന വഴികളിലൊക്കെ നമുക്ക് എവിടെയാണ് കയറാൻ പറ്റുക, എവിടെ പള്ളി ഉള്ളത്, എവിടെ ജമാഅത്ത് കിട്ടുക, അവിടെ എത്ര മണിക്കാണ് ജമാഅത്ത്, ഏതാണ് നമുക്ക് ധാരണ ഉണ്ടായാൽ മതി. എന്നാൽ ജമാഅത്ത് നഷ്ടപ്പെടാതെ നോക്കാൻ കഴിയും. സുന്നത്ത് നോമ്പുകൾ ധാരാളമുണ്ട്. പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നോമ്പാണ്. മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. റമദാനിൽ നോമ്പെടുക്കുകയും അതിനെ തുടർന്ന് 6 ദിവസം നോമ്പെടുക്കുകയും ചെയ്ത ശവ്വാലിൽ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റത് പോലെയാണ്.
ഒരു നന്മക്ക് മിനിമം 10 ഇരട്ടി കൂലിയാണ്. റമദാൻ 30 ആയാൽ 300 ശവ്വാൽ 6 ആയാൽ 60, 360. 360 ദിവസം നോമ്പ് നോറ്റത് പോലെയാണ് ഈ 36 നോമ്പ്. മിനിമം 10 കൂലി കിട്ടും, മാക്സിമം അല്ലാഹു 70, 700, 70,000 അതിനപ്പുറത്തേക്കും റബ്ബ് ഉദ്ദേശിക്കുന്നത് പോലെ അല്ലാഹു തആല വാരിക്കോരി കൊടുക്കും. നോമ്പിനെ പ്രത്യേകിച്ചു നോമ്പിന് എത്ര കൊടുക്കാതെ അല്ലാഹു പറയാ, അത് പഠിച്ചവരുടെ പ്രയോഗം. നോമ്പ് എനിക്കാണ്, അത് ഞാനാണ് കൊടുക്കാറ്, കണക്കാക്കണ്ട, നിങ്ങളാരും കണക്കാക്കണ്ട. നോമ്പിന്റെ കൂലി നിങ്ങളാരും കണക്കാക്കണ്ട, അത് ഞാൻ കൊടുത്തോളാം, ഞാനാണ് കൊടുക്കാതെ. എല്ലാത്തിനും കൊടുക്കുക പഠിച്ചോൻ തന്നെയാണ്. പക്ഷേ പഠിച്ചോ അത് ഞാൻ കൊടുത്തോളാം, അത് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയൂല. അത്ര വലിയ മഹത്വമാണ് നോമ്പിനുള്ളത്. ഒറ്റ ദിവസം നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് 70 കാതങ്ങൾ അവൻ അകറ്റപ്പെടുമെന്ന് ഹദീസിൽ കാണാം. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു 70 ഖരീഫൻ അനിന്നാർ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ 70 കാതങ്ങൾ അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് വിദൂരത്താക്കും. എല്ലാ മാസത്തിലും നോമ്പുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ 3 നോമ്പ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമാ, അംർ ഇബ്നു ആസിന്റെ മകൻ അബ്ദുല്ലാഹ്. അംർ ഇബ്നു ആസ് വലിയ പ്രഗത്ഭനായ സ്വഹാബിയാണ്. നബിയുടെ കൂടെ ഒരുപാട് ദൗത്യങ്ങൾ പങ്കെടുത്ത ആളാണ്. 4 ഖലീഫമാരുടെയും കൂടെ ജീവിച്ച ആളാണ് അംർ ഇബ്നു ആസ്. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹ്. അദ്ദേഹം സ്വഹാബിയാണ്. നബിയുടെ കാലത്ത് നല്ല ചെറുപ്പക്കാരൻ, നല്ല ഊർജ്ജവും നല്ല ആരോഗ്യവും നല്ല തണ്ടും തൊലക്കാവുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു അബ്ദുല്ലാഹ്. നല്ല തഖ്വയുള്ള മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ ദിവസവും നോമ്പുറ്റതാണ്. പെരുന്നാൾ പോലെയുള്ള ഹറാമായ ദിവസം ഒഴിവാക്കി ബാക്കി മൊത്തം നോമ്പായിരുന്നു അബ്ദുല്ലാഹ്. അവൻ നബി അറിഞ്ഞപ്പോ വിളിപ്പിച്ചു, അല്ല അബ്ദുല്ലാഹ് എന്താണ് എന്നും നോമ്പെന്ന് കേട്ടല്ലോ. അതെ നബി, ഞാൻ എന്നും നോമ്പ് വെക്കുന്നുണ്ട്, നല്ല ഒരു ആരോഗ്യമുള്ള മനുഷ്യരെ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നബി അത് പറ്റില്ല, അങ്ങനെ നോമ്പ് വെക്കാൻ പറ്റില്ല. നീ എല്ലാ മാസവും 3 എണ്ണം നോറ്റു. അപ്പൊ ഒന്നിന് 10 ഇരട്ടി പുണ്യമാണ്. 3 എണ്ണം നോറ്റാല് 30 ഇരട്ടിയായി. എല്ലാ മാസവും 3 എണ്ണം നോറ്റാല് കൊല്ലം മുഴുവൻ നോമ്പറ്റ പോലെ ആയല്ലോ. അപ്പൊ അദ്ദേഹം പറയും, എന്താണ് എനിക്കിപ്പോ എന്തായാലും 3 നോമ്പൊക്കെ, എനിക്ക് അതിനേക്കാൾ നോക്കാൻ കഴിയും നബിയെ. ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അതിനേക്കാൾ നോക്കാൻ കഴിയും. അതാണ് ഓല മനസ്സ്. നമ്മൾ പാലിക്കോ എല്ലാ മാസവും 3 എണ്ണൊക്കെ കഴിയോ, ഏതായാലും നോക്കുക, അഥവാ അമൃത്തുണ്ടാകും. എനിക്ക് അതിനേക്കാൾ കഴിയും നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ സും യൗമൻ വഅഫ്തിർ യൗമൈൻ. ഒരു ദിവസം നോമ്പെടുത്തോ, 2 ദിവസം നോമ്പില്ലാതായിരിക്കും. അപ്പൊ എല്ലാ മാസവും 10 നോമ്പ്, 20 ദിവസം നോമ്പില്ല. അപ്പോൾ അദ്ദേഹം നബി അതിനേക്കാളൊക്കെ കഴിയും, ഒന്നും പിന്നിക്കത് ഒന്നുമല്ല. എങ്കിൽ സും യൗമൻ വഅഫ്തിർ യൗമൻ, ഇടവിട്ട ദിവസങ്ങൾ നീ നോമ്പെടുത്തു. അപ്പൊ 15 ദിവസം നോമ്പുണ്ടാവും, 15 ദിവസം നോമ്പില്ലാതെ. അപ്പോഴും നബി അതിനേക്കാളും കഴിയും. ഇനി അതിനേക്കാളും കഴിയും നബിയെ. അപ്പൊ നബി പറഞ്ഞു, ലാ അഫ്ളല മിൻ ദാലിക, അതിനേക്കാൾ നല്ല ഇനി വേറെയില്ല. അപ്പൊ അതാണ് മാക്സിമം. ഇടവിട്ട ദിവസങ്ങൾ നോമ്പെടുക്കുക. നബിക്ക് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു. അഹബ്ബു സിയാം ഇലല്ലാഹി സിയാമു ദാവൂദ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണ്. കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ. ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേ നോമ്പ് ഒഴിവാക്കും. ആയുസിന്റെ പകുതി കാലം നോമ്പ് നോറ്റ നബിയാണ് ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അങ്ങനെ ഇടവിട്ട ദിവസങ്ങൾ നോമ്പുകാരനായി മാറി അബ്ദുല്ലാഹ്. നബിക്ക് വഫാത്തായി, ഖലീഫമാരുടെ കാലം കഴിഞ്ഞു, പ്രായമായി വയസ്സായി അബ്ദുല്ലാഹ് ഒരുപാട് പ്രായമായി മാറി. അന്നും അദ്ദേഹം ഈ ഇടവിട്ട നോമ്പുകൾ മുടങ്ങാതെ നോറ്റുപോയി. അവസാനം വയസ്സായപ്പോ അദ്ദേഹത്തിന് നോക്കാൻ കഴിയാതായി. മക്കളൊക്കെ പറഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് ഇത് കുറച്ച് ഒഴിവാക്കാം, അത് പറ്റില്ല. നബി എന്നോട് അന്ന് 3 എണ്ണം പറഞ്ഞപ്പോ ഞാനിത് പറ്റില്ലാതിട്ട് നബിയിലേക്ക് വാങ്ങിയതാണ്. ഇനിയിപ്പോ നിർത്താന്നുള്ളത് അത് ശരിയല്ല. അവസാനം പറയുന്നത് അദ്ദേഹം, ഞാൻ ഇപ്പൊ ആലോചിക്കുകയാണ്, നബി അന്നിനോട് പറഞ്ഞപ്പോ എനിക്ക് അത് സ്വീകരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം നോറ്റു, മരിക്കണവരെ അദ്ദേഹം നോറ്റു. അങ്ങനെ അപ്പൊ അവിടേക്ക് ആ ഒരു മനസ്സാണ്. അപ്പൊ നമുക്ക് കഴിയുന്നത് നമ്മൾ ശീലമാക്കുന്നതാണ്. നമ്മൾ 3 എണ്ണം തീരുമാനിക്കാം, പിന്നെ പറ്റുമെങ്കിൽ 1 മാസം 4 നോക്കാൻ പറ്റി, ആയിക്കോട്ടെ. 1 മാസം കുറച്ച് ലീവും ഫ്രീ ഒക്കെ ഉണ്ട്, അന്നൊരു 5-8 ദിവസം നോമ്പ് വെക്കാൻ പറ്റി, ആയിക്കോട്ടെ, എന്തില്ല.
നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ ജോലിയും നമ്മുടെ ആരോഗ്യം നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നബിതങ്ങൾ കൊടുത്ത ഒന്നാമത്തെ ഓഫർ അത് നമുക്ക് അതിനെ ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാ മാസം 3 നോമ്പ് നമുക്ക് തീരുമാനിക്കാൻ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്നാൽ തീരുമാനിക്കാം. നമ്മൾ റബ്ബിൽ തവക്കുലാക്കി ബിസ്മിൻ ചൊല്ലി നമ്മൾ എന്നാൽ തീരുമാനിക്കുക ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നുണ്ട് എല്ലാ മാസം 3 നോമ്പ് ഞാൻ നോക്കും എന്ന് നമ്മൾ തീരുമാനിക്കാം. ഒരു 10 ദിവസം കൂടുമ്പോൾ നോമ്പ് പറഞ്ഞാൽ ആർക്കും പറ്റാത്ത, നമ്മളിപ്പോ എല്ലാ ദിവസവും നോമ്പ് വെച്ചില്ലേ വലിയ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് തോന്നുകയാണ് ഇപ്പൊ കഴിയൂല, യാത്രയാണ്, ജോലിയാണ്, അവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ട്. നമ്മളിപ്പോ റമദാൻ മാസം ഇവിടെ എല്ലാം പോയി എത്ര യാത്ര ചെയ്തു, ഒരു പ്രശ്നം നമുക്കില്ലല്ലോ. അപ്പൊ എല്ലാ മാസം 3 എണ്ണം നോൽക്കാൻ തീരുമാനിച്ച് നമുക്കത് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഒന്നും വേണ്ട, തിങ്കളാഴ്ചകൾ നോൽക്കാം. എല്ലാ തിങ്കളാഴ്ച നോറ്റു, 3 തിങ്കളാഴ്ച നോറ്റു, 4ാമത്തെ തിങ്കളാഴ്ച റെസ്റ്റ് തൊടി, അതിന് കുഴപ്പമില്ല. അപ്പോൾ 3 എണ്ണമായി. ഇനി എല്ലാ തിങ്കളും നോൽക്കാൻ പറ്റോ? 4 5 എണ്ണോ ഒരു മാസം കിട്ടും. തിങ്കളും വ്യാഴം നോൽക്കാൻ കഴിയോ? എങ്കിൽ 8 10 നോമ്പ് ഒരു മാസം കിട്ടും. ഞാനൊന്നുമല്ല, നമുക്ക് തിങ്കളാഴ്ച കഴിയൂല, നമ്മുടെ ജോലി അങ്ങനെയാണ്. നമുക്ക് നാളേച്ച കുറച്ച് ഒഴിവില്ല, നാളേച്ച നോൽക്കാം, അത് കുഴപ്പമില്ല. ഏത് ദിവസം നോക്കാൻ പറ്റും, നാളേച്ച പ്രത്യേക പുണ്യൊന്നുമില്ല. നമ്മുടെ ഒഴിവും കാര്യം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഏതാണെങ്കിലും അതിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാഹ് മരിക്കണവരെ എപ്പോഴും കണ്ട് എല്ലാ മാസം 3 നോമ്പ് ഞാൻ നോക്കും നമ്മൾ തീരുമാനിക്കാം. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കഴിഞ്ഞില്ല, സാരമില്ല. ഇപ്പൊ നേർച്ചൊന്നുമല്ലോ, നേർച്ചാക്കുന്നല്ല, ഒരു നിയ്യത്താണ്. അപ്പൊ അതിന് ഒരു നമുക്ക് തൗഫീഖ് ചെയ്തു തരും. അങ്ങനെ തീരുമാനിച്ചുമ്പോൾ തുടങ്ങി ഒരു 3-4 മാസം നോറ്റപ്പോൾ നമുക്ക് അസുഖം വന്നു, നമുക്ക് പിന്നെ നോക്കാൻ പറ്റതായി. നോക്കുക അതേ കുഴി പിന്നെ തുറന്നുകൊണ്ടേ കിട്ടും. അതിനേക്കാൾ മരിച്ചുപോയി, സാരമില്ല, നമുക്കൊരു പ്രതിഫലം കിട്ടും. അങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങളെ നമ്മൾ തീരുമാനിച്ചു പോകണം. നിസ്കാരത്തിൽ ചില തീരുമാനങ്ങൾ വേണം. ഇപ്പൊ രാത്രി പഴുതുറക്കെ നമ്മൾ എന്ത് നിസ്കരിച്ചു, അത് കഴിയാത്ത കാര്യമല്ല. അത് പള്ളിയിൽ വന്നു, ജമാഅത്തായി നിന്നു, 1 മണിക്കൂർ 1.25 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിന്നുകൊണ്ട് നമ്മൾ റമദാൻ നിസ്കരിച്ചു. അത് പറ്റും. എന്നാൽ വിത്തത് ശീലമാക്കാൻ നമുക്ക് പറ്റായിക്കൊന്നില്ലല്ലോ. ഒന്നുകിൽ കിടക്കുന്നതിന് മുമ്പ് നിസ്കരിച്ച് കിടക്കാം. ഒരു 3 റക്അത്ത്, 5 റക്അത്ത്, 7, 9, 11 നമുക്ക് എത്രയാണോ കഴിയാ അത്ര. റമദാൻ നമുക്ക് വലിയ ആവേശമാണ്. 1ാമത്തെ ജമാഅത്തിൽ പങ്കെടുത്തതിന് 2ാമത്തെ വീണ്ടും പങ്കെടുക്കാൻ പറ്റുന്നതാണ് കുറെ മനുഷ്യന്മാർ ചോദിച്ച ചോദ്യം. ഇശാക്ക് ശേഷം തറാവീഹ് അതിൽ പങ്കെടുത്തയാൾക്ക് രാത്രി അവസാനത്തെ 10 ദീർഘമായി നിസ്കരിച്ചപ്പോൾ ആ ജമാഅത്തിൽ ഞാൻ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ച എത്രയോ ആളുകളുണ്ട്. കഴിയും, ആവേശമാണ്. കുറച്ച് നിലനിർത്തി തരട്ടെ. നമുക്ക് കഴിയുന്നൊരു എണ്ണം തീരുമാനിക്കാം, ഒരു 3 മിനിമം തീരുമാനിക്കാം. 3 റക്അത്ത് ഞാൻ എന്നും നിസ്കരിക്കും. അത് ഒന്നുകിൽ ഉറങ്ങുന്നതിന് മുമ്പ്, കിടന്നാ പിന്നെ അറിയില്ലാന്നാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. ഉറങ്ങിയാ പിന്നെ അറിയില്ല, അതാണ് വെച്ചാലും കാര്യമില്ല, ആരെ വിളിക്കാൻ കാര്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു ഉറക്കമാണ് വിചാരിക്കുക. അല്ലെങ്കിൽ കഴിയില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആ ഉറക്കം ആകുള്ളൂ, പകലൊന്നും ഉറങ്ങാൻ പറ്റില്ല, ആ ഉറക്കം മിസ്സായ ബുദ്ധിമുട്ടാണ്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞു, നീ ഉറങ്ങണ മുമ്പ് നിസ്കരിക്കുക. ഉണരൂല എന്നുണ്ടെങ്കിൽ അതാണ് അഭികാമ്യം. ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ, എന്റെ കൂട്ടുകാരൻ നബി തങ്ങൾ എനിക്ക് 3 വസിയത്ത് നൽകി. അബൂ ഹുറൈറ പറയാണ്, ഒന്നതായിരുന്നു ഉറങ്ങണ മുമ്പ് നിസ്കരിച്ച് കിടക്കണം. അതല്ല നമുക്ക് 4 മണിക്ക് എണീക്കാൻ പറ്റും, പ്രശ്നമില്ല. എന്നാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. യൻസു റബ്ബുനാ തബാറക വതആല ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 ബാക്കിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങും. റബ്ബ് ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ ഉത്തരം കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം എന്ന് അല്ലാഹു തആല പറയുമെന്നാണ് ധാരാളം ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യം. നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. തർക്കമില്ലാത്ത വിധം, സംശയമില്ലാത്ത വിധം ധാരാളം സ്വഹാബിമാർ വഴി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. എങ്കിൽ നമുക്ക് ഒരു 4 മണിക്കോ ഒരു 3 മണിക്കോ ഒക്കെ അലാറം വെച്ച് എഴുന്നേറ്റ് ഒന്നുമൊക്കെ ചെയ്തു വന്ന് സ്വസ്ഥമായി സമാധാനമായി ഒരാളും അറിയാതെ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. വസല്ലു വന്നാസു നിയാം, ജനങ്ങൾക്ക് ഉറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുവീൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ ഭക്ഷണം കൊടുക്കുക. അതേപോലെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. ഇതൊക്കെ ചെയ്തവർക്ക് സ്വർഗമുണ്ട്. നമ്മുടെ ആവശ്യം സ്വർഗ്ഗമാണ്. അപ്പൊ അതിൽ നമുക്ക് തീരുമാനമെടുക്കാം. ഇൻഷാ അല്ലാഹ് രാത്രി ഏതായാലും 3 റക്അത്തെങ്കിലും വിത്ത് നിസ്കരിക്കാത്ത ദിവസം ഉണ്ടായിക്കൂടാ.
അത് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. അല്ല എണീക്കൂലാണെങ്കിലോ ഇശാ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് മുതൽ നിസ്കരിച്ചാൽ കിടന്നോളൂ. നീ കിടന്നു പിന്നെ എണീക്കൂല വിചാരിച്ച പക്ഷോ എണീറ്റു, ക്ഷീണമൊന്നുമില്ല, അയാൾ അടിച്ചു വളർന്നു, അവിടെ പിന്നെ നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ ഒറ്റക്കാണെന്നുള്ളൂ. ഒരു രാത്രി രണ്ട് ഒറ്റയില്ല, ഒരു രാത്രിയിൽ രണ്ട് ഒറ്റയില്ല, ഒരു രാത്രി രണ്ട് വിത്രയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ 3 സ്കെച്ച് കിടന്നെങ്കിൽ ഇനി എണീക്കുമ്പോൾ 2, 4, 6, 8, 10, 12 അങ്ങനെ സ്കെച്ച് ഒറ്റ ആക്കണ്ട. ഒറ്റ മൃത് കഴിഞ്ഞു. അവസാന നിസ്കാരം ഒറ്റയാക്കണമെന്നാണ്, അത് നമുക്ക് കിട്ടില്ല, അത്രേ ഉള്ളൂ. രാത്രി അവസാന നിസ്കാരം ഒറ്റയാക്കുക, അത് നമുക്ക് കിട്ടില്ല എന്നുള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി അതെല്ലാം രാത്രി കിടന്നാലും എണീക്കുന്നതാണെങ്കിലോ കിടക്കുമ്പോ ഒറ്റ ആക്കാതെ കിടന്നോളൂ. 2, 4, 6 സ്കെച്ച് കിടന്നു, പിന്നെ എണീറ്റു. അപ്പൊ അവിടെ ബാക്കി സ്കെച്ചു. അവസാന നിസ്കാരം ഒറ്റയിൽ അവസാനിപ്പിച്ചു. അപ്പൊ അവസാന നിസ്കാരം ഒറ്റയായി ചെയ്തു, 2 വിത്രയില്ല എന്ന് ഹദീസ് നമ്മൾ പാലിക്കുകയും ചെയ്തു. രാത്രി ഉറങ്ങി എഴുന്നേൽക്കുന്ന മഹത്വം ലഭിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നിസ്കാരത്തിന്റെ കാര്യം നമുക്ക് എടുക്കാം. മൂന്നാമത്തെ കാര്യം, അബൂ ഹുറൈറ കൊടുത്ത മൂന്നാമത്തെ വസിയത്ത് ദുഹാ നിസ്കരിക്കാനാണ്. എല്ലാ ദിവസവും ദുഹാ നിസ്കരിക്കുക. രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ഏകദേശം ഉച്ച വരെ സമയമുണ്ട് ദുഹായ്ക്ക്. സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നു കഴിഞ്ഞാൽ നിസ്കാരം അനുവദനീയമായ സമയം, നമ്മൾ ഇഷ്റാഖിന്റെ സമയം. ആ സമയം മുതൽ പിന്നെ ഏതാണ്ട് സൂര്യൻ മധ്യത്തിലേക്ക് എത്തുന്നത് വരെ, ഒരു 12 മണി അല്ലെങ്കിൽ 11 വരെ ഒക്കെയുള്ള സമയം ദുഹാ നിസ്കരിക്കാൻ പറ്റിയ സമയമാണ്. സൂര്യൻ മധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പാടില്ല. പിന്നെ മധ്യത്തിൽ നിന്ന് തെറ്റണം. തെറ്റിക്കഴിഞ്ഞാൽ ളുഹർ വാങ്ങി വിളിക്കും. അപ്പൊ ളുഹറിന് മുമ്പുള്ള ഒരു 1/2 മണിക്കൂർ സമയം അല്ലാത്ത ബാക്കി അതുവരെയുള്ള സമയത്തൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന സമയമാണ്. 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ 8 റക്അത്തോ ഒക്കെ നിസ്കരിക്കാം. ദുഹാ 2 റക്അത്ത് മതി, മിനിമത്തിൽ തീരുമാനിക്കാം. ആവേശം കൊണ്ട് ഇനി ഒന്നാകാണ്ട് ഫുള്ള് തീരുമാനിച്ചിട്ട് അവസാനം നടക്കാതെ പോണ്ട. നബി തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ നേരം പുലർന്ന് വരുമ്പോൾ അവന് ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഒരു ദിവസം ഇയാൾ എണീറ്റു, ഇയാൾ ആയുസ് കിട്ടി, വലിയ നിഅമത്താണ്. അന്നൊരുപാട് ദൗത്യങ്ങൾ, ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. എല്ലാ സന്ധികൾക്കും, മനുഷ്യ ശരീരത്തിലെ മുഴുവൻ ജോയിന്റുകൾക്കും ഓരോ സദഖ കൊടുക്കേണ്ടതാണ്. തസ്ബീഹ് സദഖയാണ്, തക്ബീർ സദഖയാണ്, തഹ്മീദ് സദഖയാണ്, നന്മ കൽപ്പിക്കുക സദഖയാണ്, തിന്മ വിരോധിക്കുക സദഖയാണ്, ഒരാളെ സഹായിക്കുക സദഖയാണ്, ഒരാൾക്ക് വഴിപറക്കുക സദഖയാണ്, ഒരാളുടെ വാഹനപ്പുറത്ത് അയാളുടെ ചുമട് ഉയർത്താനും വഹിക്കാൻ വേണ്ടി സഹായിക്കൽ സദഖയാണ് എന്നൊക്കെ നബി തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു. ഇതെല്ലാം പകരം 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ മതി. ഈ എല്ലാ സദഖയും നിർവഹിക്കാൻ 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ മതി. അപ്പൊ അത്രയും മഹത്വമുണ്ട്. അപ്പൊ അത് നമുക്ക് തീരുമാനിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അങ്ങനെ ഏറ്റവും മിനിമത്തിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് എല്ലാ മാസവും 3 നോമ്പ്, 2 എല്ലാ ദിവസവും രാത്രി വിത്ർ നിസ്കാരം, ഒന്നിൽ ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം മിനിമം ഒരു 3 റക്അത്ത്. നമ്മൾ എന്നും 3 നിസ്കരിക്കും. ഒരു ദിവസം നമുക്ക് 5 നിസ്കരിക്കാൻ ആവേശമുണ്ട്, 5 നിസ്കരിക്കാം. സാധാരണ 3 ആണ്. ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ നല്ല ഉത്സാഹമുണ്ട്, അന്ന് ഉറക്കക്ഷീണമൊന്നുമില്ല, കുറച്ചധികം നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, ആയിക്കോട്ടെ നിസ്കരിക്കാമല്ലോ. ദീർഘമായി ഖുർആൻ നിസ്കരിക്കാം, സുജൂദ് കിടന്ന് പ്രാർത്ഥിച്ചു നിസ്കരിക്കാം, നീ മുസാഫ് നോക്കി ഓതി നിസ്കരിക്കാം, ഇതൊന്നും വിരോധമില്ല. മൂന്നാമത് ദുഹാ നിസ്കാരമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. 4ാമത് നമ്മൾ തീരുമാനിക്കേണ്ടത് സ്വതക്കയാണ്. സ്വതക്ക വലിയ മഹത്വമാണ്. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടറിഞ്ഞ സ്വതക്കയാന്ന് പലപ്പോഴും കുറവാണ്. നമ്മൾ തന്നെ ചോദിച്ചു വന്നാൽ നമ്മൾ കൊടുക്കും. പള്ളി വന്ന പിരിവുണ്ട് എന്നാ കൊടുത്തു. 4 ദിവസം പള്ളിക്ക് ഒറ്റ പിരിവില്ലെങ്കിലോ നമ്മൾ എവിടെ സ്വതക്ക ചെയ്യാം? ആരും ചോദിക്കാൻ വന്നില്ല, നമ്മളെ വീട്ടുകാരും വന്നില്ല, പള്ളിയാരും വന്നില്ല, എവിടെയും ഒരാൾ നമ്മളടുത്ത് സ്വതക്ക തേടി വന്നിട്ടില്ല എങ്കിൽ നമുക്ക് സ്വതക്ക ഉണ്ടാവോ? അത് നമ്മൾ നോക്കട്ടെ. ഒറ്റ പള്ളിക്കൊന്നും ബാങ്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കൂല. ഒരു പള്ളിക്കൊന്നും ബാങ്ക് കേട്ടില്ല, ആരും ഹയ്യ അലൽ സ്വലാ പറഞ്ഞിട്ടില്ല, ബാങ്ക് കൊടുത്തില്ല, നിസ്കരിക്കണ്ട എന്ന് വിചാരിക്കും. അത് ഓരോ കൊടുത്തിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല, മല്ലൊക്കെ ഉറങ്ങിയേക്കും, നമുക്ക് നിസ്കരിക്കണം. സ്വതക്ക നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമായി മാറും. എത്ര എന്തെന്നുള്ളതല്ല, എത്ര ചെറുതായിക്കോട്ടെ, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സ്വതക്ക എന്നുള്ളത് തീരുമാനിക്കാൻ കഴിഞ്ഞ വല്ലാത്ത തീരുമാനമാണ്. തോനൊന്നും വേണ്ട.
അങ്ങനെ ശ്രദ്ധിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. എനിക്ക് ജാമ്യന്റെ അക്കൗണ്ടിൽ പൈസ തന്നാല് എന്റെ ഫോണിൽ മെസ്സേജ് തരും. എല്ലാ ദിവസവും ₹1 അയക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാ നിൽക്കറിയില്ല, മെസ്സേജ് ഇങ്ങനെ വരും. രാവിലെ സുബിനായിട്ട് കാണാം ₹1. എല്ലാ ദിവസവും ₹1 അയക്കണമെങ്കിൽ അയാൾക്കൊരു മനസ്സ് വേണം. അത് മുടങ്ങാതെ ചിലപ്പോൾ അയാൾ പക്ഷേ അയാളെ വെച്ച് ചെയ്യായിരിക്കും. നമുക്കറിയില്ല അയാൾ ആരാന്നറിയില്ല. നമുക്ക് അലാറം വെച്ചാൽ മതി. രാവിലെ ഒരു ₹10, ഒരു ₹5, ഒരു ₹2. ഇന്ന് വല്ല സുഖല്ലേ, ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ആരും അറിയണ്ട, ആരോടും പറയണ്ട, ഒന്നും വേണ്ട. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രസായി വന്നിട്ട് ഒരു ആദ്യം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു സ്വതക്ക കൊണ്ട് ആരംഭിക്കുക. ദിവസം ആർക്കെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു ലിസ്റ്റ് ഇടാൻ പറ്റും. ഒരു 30 ആൾ ലിസ്റ്റ് ചെയ്തു. ആ 30 ആൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുക. പള്ളിക്കാവാം, മദ്രസക്കാവാം, ജാമ്യക്കാവാം, മറ്റു സംവിധാനങ്ങൾക്കാവാം, കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കാകാം, അയൽവാസിക്കാകാം, സുഹൃത്തുക്കൾക്കാവാം. ഏതെങ്കിലും തലയിൽ നമുക്ക് പ്ലാൻഡായി നാളെ പണിക്ക കൊടുക്കുക. എന്തെങ്കിലും ഒന്ന്, അത് ആരും അറിയണ്ട. സ്വകാര്യമായ ചില സംഗതികൾ സ്വതക്കക്ക് വലിയ മഹത്വമുണ്ട്. മരിക്കാനായിട്ട് പോലും പറഞ്ഞ പ്രശ്നം എന്താ? റബ്ബേ കുറച്ചും കൂടി നീട്ടി തരുമോ എങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യാം റബ്ബേ. സ്വതക്കയുടെ തണലിലാണ് ആൾ പരലോകത്ത് വരാനാണ്. പലിശയെ അല്ലാഹു തആല മായ്ച്ചു കളയും, സ്വതക്കയെ അല്ലാഹു തആല പരിപോഷിപ്പിക്കും. നബി ഞങ്ങൾ വിശദീകരിച്ചു, നിങ്ങൾ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അല്ലാഹു തആല തന്റെ സ്വതക്കയെ വളർത്തുന്നതാണ്. നമ്മൾ ചെറിയൊരു പശുക്കുട്ടിനെ വാങ്ങി, ആടുകുട്ടിനെ വാങ്ങി, ഒരു കുതിരക്കുട്ടിനെ വാങ്ങി അതിന് തിന്നാൻ കൊടുത്ത്, അതിന് വെള്ളം കൊടുത്ത്, അതിനെ പരിചരിച്ച് ഒരു കുറഞ്ഞ കാലം കഴിയുമ്പോഴേക്ക് അത് നല്ല ഉഷാറായി കളിച്ചു കൊടുത്ത് നല്ല ഒന്നാം തരം ഒരു വലിയ മൃഗമായി മാറുന്നത് പോലെ നിങ്ങളുടെ സ്വതക്കയെ അല്ലാഹു തആല സ്വീകരിക്കും. മനസ്സറിഞ്ഞ ത്വയ്യിബായ സമ്പാദ്യത്തിൽ നിന്നുള്ള വിശിഷ്ടമായ സ്വതക്കയാണെങ്കിൽ അല്ലാഹു തആല തന്റെ വലം കൈ കൊണ്ട് അത് സ്വീകരിക്കുന്ന വിധങ്ങൾ പറഞ്ഞു. അല്ലാഹു സ്വീകരിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു അതിനെ വളർത്തും. അതൊരു ഡെപ്പോസിറ്റ്, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡെപ്പോസിറ്റ് മാത്രമല്ല, ഒരു ഷെയർ എടുത്ത പോലെയാണ്. അത് അവിടെ അങ്ങനെ വലുതാവും. അവിടെ കൊടുത്ത് ₹1 അതങ്ങനെ വലുതായി 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 വന്ന് ഒരു പക്ഷെ റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു വമ്പൻ നന്മയുടെ ഒരു കുമാരമായി കാണും. നമ്മൾ കൊടുത്തൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ അവിടെ കിടന്നിട്ട് വർദ്ധിച്ചു, ഇരട്ടിയായി. നഷ്ടമില്ലാത്ത ലാഭം മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതാണ് സ്വതക്ക. ഒരിക്കലും നഷ്ടമില്ല. പിന്നെ ആലോചിക്കണം, മറ്റ് ഏത് ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ആലോചിക്കണം. ഇടയ്ക്ക് പോയി കണക്ക് നോക്കണം, എന്താ അവസ്ഥ, ബിസിനസ് എന്താ അവസ്ഥ, ഞാൻ കുടുങ്ങോ എന്നൊക്കെ നോക്കണം. അതൊന്നുമില്ല, ചിന്തിക്കേ വേണ്ട. അങ്ങനെ നമുക്ക് വേണ്ടി വലുതായിക്കോളും. എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക, അത് പൈസ ആയിക്കോളുന്നില്ല. നമ്മൾക്കുള്ള ഏതുമാവാം, സമയമാവാം. സമയം സ്വതക്ക ചെയ്യാൻ പറ്റും. ഒരു ദിവസം 10 മിനിറ്റ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം, അത് സ്വതക്കല്ലേ. ഒരു നോട്ടീസ് ഒട്ടിക്കാൻ, ഒരു പ്രസംഗം ഷെയർ ചെയ്യാൻ, ഒരു ക്ലാസിനെ പറ്റി അറിയിച്ചു കൊടുക്കാൻ, ഒരു നന്മ കൽപ്പിക്കാൻ, ഒരു സാധുവിനെ സഹായിക്കാൻ നമുക്ക് പറ്റൂലേ? ഇബ്നു അബ്ബാസ് പറഞ്ഞ ഒരാളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അവനെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു പോകലാണ് മദീനത്തെ പള്ളിയിൽ 1 മാസം ഇത്തികാഫിനേക്കാളും നല്ലതെന്നാണ്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായി പ്രയാസമായിക്കൊണ്ടാണ്, ഞാൻ കൂടെ വരാം, പോവാം, അത് ശരിയാക്കി കൊടുക്കാം. എന്തെങ്കിലും ഒന്ന്, നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ സമ്പാദ്യം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സ്വതക്ക അത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ അലാറം വെക്കേണ്ടി വരും. റമദാൻ കഴിഞ്ഞ് ശവ്വാലിക്ക് പോകുമ്പോൾ ചില അലാറങ്ങൾ നമ്മൾ വെക്കേണ്ടി വരും. നിസ്കാരത്തിന് ഒരു അലാറം, നോമ്പിന് ഒരു അലാറം, അപ്പൊ ഒരാഴ്ചക്ക് ഒരു അലാറം സെറ്റ് ചെയ്യണം. ആഴ്ച ഒരു ദിവസം അടിക്കുന്ന അലാറം ഒരേ സംവിധാനം ഉണ്ടല്ലോ, സെറ്റ് ചെയ്യാം അലാറം. അത് ആഴ്ച ഒരു ദിവസം അലാറം അടിച്ചാൽ മതി. എന്താ സുന്നത്ത് നോമ്പ്, അപ്പൊ ഈ ആഴ്ച നോക്കിട്ടില്ല, അലാറം അടിക്കുമ്പോൾ ഓർമ്മയായി, ആയിക്കോട്ടെ നാളെ നോമ്പ് വയ്ക്കാം. രാത്രി നിസ്കാരം കിടക്കണ മുമ്പ് ഒരു അലാറം, 10 മണിക്ക് ഒരു അലാറം അടിക്കും, എന്താ വിത്തറ്, അപ്പൊ ഓർമ്മയായി, അവരെ മറക്കൂല. സ്വതക്ക ഒരു അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. ദിക്ർ ദുആകൾ, ഏറ്റവും അത്യാവശ്യമായ ദിക്റുകൾ ജീവിതത്തിന്റെ ഭാഗമാകണം. അതുക്കാളും സുബ്ഹാന, അതുക്കാളും മസാലുണ്ട്, അല്ലാത്ത ഇഷ്ടമുള്ള ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങി എത്ര ദിക്റുകൾ. ഒരു മുടക്കില്ലല്ലോ. യാത്രയിൽ നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിലും പോകുമ്പോൾ ചൊല്ലിക്കൊണ്ട് പോവാം. സ്വലാത്ത് 1-ന് 10 ഇരട്ടിയായി കിട്ടും. എല്ലാ ദിവസവും എന്റെ ഹബീബായ നബിതങ്ങൾക്ക് എന്തെങ്കിലും സ്വലാത്ത് ഇടണം നമ്മൾ തീരുമാനിക്കാൻ. നമ്മൾ ആലോചിച്ചാൽ ഞാനിപ്പോ ഇന്ന് സ്വലാത്തില്ലയോ, എപ്പോഴാണ് സ്വലാത്തില്ല, ഇന്ന് സ്വലാത്തില്ലയോ. അപ്പൊ എല്ലാ ദിവസവും എന്റെ ഹബീബിന് എന്റെ വക ഒരു സ്വലാത്ത് പോകണം, അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് ശീലമായി മാറണം. നബി ഞങ്ങൾ പറഞ്ഞു, പരലോകത്ത്
എന്നോട് ഏറ്റവും അധികം അടുപ്പമുണ്ടാവുക എനിക്ക് ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയവർക്കാവുന്നു. ഏറ്റവും അധികം അടുപ്പം ലഭിക്കാൻ ഏറ്റവും അധികം സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോഴും പരലോകത്ത് നബിയുടെ കൂടെ കൂടാൻ പറ്റും. നമ്മളൊരു ആഗ്രഹമാണ് പരലോകത്ത് നബിന്റെ ഒപ്പം കൂടെ. നമ്മളിപ്പോ ഇങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി ദിവസം എത്ര നമ്മൾ കേൾക്കുന്നത്, ഹദീസുകൾ പറയുമ്പോൾ നബികൾ പറഞ്ഞു വരുന്നത്, ഖുതുബയില്, ക്ലാസ്സില്, വാഴയില്, നിസ്കാരത്തിലൊക്കെ ഓരോന്നിലും നബിയെ പറ്റി ആ നബിയെ ഒന്ന് കാണാം, ആ നബിയുടെ കൂടെ കൂടുക, ആ നബിയുടെ റഫീഖാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വലിയൊരു ആഗ്രഹമല്ല. നബി പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ ആളുകൾ എന്നെ കണ്ടിട്ടില്ല, എന്നെ പറ്റി കേട്ടിട്ട് വിശ്വസിച്ച ആളുകളാണ്. നാളെ പരലോകത്തവർ മറ്റുള്ളവരെക്കാളേറെ മേൽപോട്ട് പോകുന്ന ആളുകൾ ഭാഗ്യവാന്മാർ എന്റെ ഉമ്മത്തിലുണ്ടാണ്. നമുക്കാ ചാൻസ് കിട്ടുക മനസ്സുവെച്ചാൽ. നമ്മളാ നബിയെ കണ്ടിട്ടില്ല, സ്വഹാബികൾ നബിയെ കണ്ടവരാണ്, മുഴുവൻ കണ്ടോണ്ട് കണ്ടുബോധ്യപ്പെട്ടവരാണ്. നമ്മളൊന്നുമില്ല, കേട്ടപ്പോൾ വിശ്വസിച്ചു പോകുന്ന മനുഷ്യന്മാരാണ്. എന്നിട്ട് പോലും നമ്മൾ ഓരോന്ന് നബി ചെയ്ത പോലെ ചെയ്യാൻ ശ്രമിക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പൊ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഭാഗമാവണം. എല്ലാ ദിവസവും കുറച്ചെങ്കിലും സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ സ്വലാത്തായി. ഇബ്രാഹിം നബി മുഴുവൻ ചൊല്ലും, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. ഏതെങ്കിലും സ്വലാത്ത് ഇടയ്ക്കൊക്കെ പോകുമ്പോഴും ഇടയ്ക്ക് ഒരു സ്വലാത്ത്, അത് അങ്ങനെ ശീലായാൽ മതി. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അതേപോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിന് പ്രത്യേക സമയം കാണുന്നും വേണ്ട, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വഹാബികളെ പറഞ്ഞ ഞങ്ങൾ നബിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ നബി ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് പറയും. വർത്തമാനത്തിനിടയിലൊക്കെ ഒന്നിച്ചിരിക്കുമ്പോഴും എടുക്കാൻ അസ്തഗ്ഫിറുല്ലാഹ് ഞങ്ങൾ ഇങ്ങനെ എണ്ണുന്ന, നബി അറിയാതെ ഞങ്ങളിങ്ങനെ എണ്ണും. ഒറ്റ മജ്‌ലിസിൽ നബി ഞങ്ങൾ 70 പ്രാവശ്യം വരെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് ഞങ്ങൾ എണ്ണീത് സ്വഹാബികളെ പറയാണ്. അപ്പൊ ആ ഒരു ശീലം നമ്മൾ വളർത്തുക. നമ്മൾ വർത്താനം പറയുണ്ടാവും, യാത്ര ഉണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, കുടുംബത്തിനിടയ്ക്ക് ഇടയ്ക്ക് അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇതിങ്ങനെ നാവിലൂടെ വരും. അതിന് സ്വലാത്ത് മജ്‌ലിസൊന്നും ആവശ്യമില്ല, ദിക്ർ ഹൽഖ ആവശ്യമില്ല, അതിന് മൈക്ക് ആവശ്യമില്ല, അതിന് പൈസ ആവശ്യമില്ല, അത് കച്ചവടമാക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്. അത്തരം ചില ശീലങ്ങൾ നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ പിന്നെ അതിങ്ങനെ ആയിക്കോളും, ശീലമായി മാറിക്കോളും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു തീരുമാനത്തിൽ പോയാൽ നമുക്ക് ഈ എനർജി, ഇത് അടുത്ത റമദാൻ വരെയല്ല, മരിക്കുന്നവരെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്, ഒന്ന് ഫ്രഷ് ആയിട്ട് ആണ് പോവുക. ഇന്ധനം നിറച്ചു, ഫുൾ ടാങ്ക് എണ്ണാക്കി, നമ്മൾ ഭക്ഷണം കഴിച്ചു, ഫ്രഷായി, എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി, ബാത്റൂമിലൊക്കെ പോയി ഒഴിവാക്കാനുള്ള വേസ്റ്റ് ഒക്കെ ഒഴിവാക്കി, എല്ലാം കഴിഞ്ഞ് നല്ല പുതിയ ഉന്മേഷത്തിൽ ഇനി നമുക്ക് പോകാം, ഇതിനെ കുറിച്ച് പോകാം. അതാണ് ചെയ്യേണ്ടത്. കുറച്ച് പാപങ്ങളും തെറ്റുകുറ്റങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്തു, ഒക്കെ അല്ലാഹു പുറത്തിട്ടുണ്ടാവും, കൊടുക്കട്ടെ. ധാരാളമായി നമ്മൾ തേടി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു, ഒരുപാട് നമ്മൾ തേടി റബ്ബ് കബൂലാക്കുമാറാവട്ടെ. അങ്ങനത്തെ വേസ്റ്റൊക്കെ ഒഴിവായി, ഈമാനൊക്കെ കൂട്ടി, തഖ്വ കൂട്ടി, ഖുർആനുമായി ബന്ധമുണ്ടായി, പള്ളിയുമായി ബന്ധമുണ്ടായി, കുറെ നല്ല കാര്യങ്ങൾ ഇടപെടാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ പോയോക്കുക. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നത്, കാല് സ്വർഗത്തിൽ കുത്തുമ്പോഴേ സമാധാനമുള്ളൂ. കാലാണ് സ്വർഗത്തിൽ കുത്തുമ്പോഴേ സമാധാനമുള്ളൂ. മലക്കൾ തെരഞ്ഞു വരുമ്പോ, നമ്മളെ റൂഹ് കൊണ്ടുപോകാൻ വേണ്ടി മലക്കള് തെരഞ്ഞു വരുമ്പോ സന്തോഷത്തോടെ അവിടെ കിടന്നുറക്കാൻ പറ്റണം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, സമാധാനമടഞ്ഞ ആത്മാവേ, വാ തിരിച്ചു പോകാം, മടങ്ങി വരൂ. ഇർജിഇന, മടങ്ങിപ്പോയി, അവിടുന്ന് വന്നതാണ്, അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്, അവിടെ തിരിച്ചു വാ, മടങ്ങിപ്പോകാം. ഇലാ റബ്ബികി, റബ്ബിലേക്ക് മടങ്ങാം. റാദിയതൻ മർദിയ, അല്ലാഹു നിനക്ക് തൃപ്തിയാണ്, അല്ലാഹു നിന്നെയും തൃപ്തിയാണ്. ആണ്, വാ പോകാം. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരുമ്പോ, കൂട്ടിക്കൊണ്ടുപോകാൻ മലക്കൾ വരുമ്പോ, ഇതാവണം കേൾക്കുന്നത്, വാ സമാധാനമായി, വാ പോവാ, തിരിച്ചു പോകാൻ. അല്ലാഹുവിന് ഇഷ്ടമാണ്, നിനക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് വരൂ, സ്വർഗത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആ ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്കത് മുതലായി. അല്ലെങ്കിൽ നമ്മുടെ കാര്യം പ്രയാസം. അതാണ് ലക്ഷ്യം. അങ്ങനത്തെ ഒരു മരണം കിട്ടണം, അതിനെ പറ്റിയ ജീവിതം വേണം, അത് ലക്ഷ്യമാകണം. അപ്പൊ അത് കുടുംബത്തിന് ബോധ്യപ്പെടുത്തണം, അത് വാപ്പാട് പറയേണ്ടി വരും, ഉമ്മാട് പറയേണ്ടി വരും, ഭാര്യയോട് മക്കളോട് പറയാൻ, ഞാൻ ഇങ്ങനെയാണ് എന്റെ തീരുമാനം, എനിക്ക് സ്വർഗം കിട്ടിയേ പറ്റുള്ളൂ. നിങ്ങൾ എന്റെ മഞ്ഞാളത്തിൽ നോക്കിയിട്ട് എനിക്ക് എന്റെ പരലോകം കളയാൻ പറ്റൂല. നാട്ടില് പലതുണ്ടാവും, നാട്ടില് പലതും പറയും, മഹജില് പലതുണ്ടാവും, നാട്ടിൽ കൂടെ ഇറങ്ങിയ പല സംഗതികൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ തകർക്കാനും നശിപ്പിക്കാനും പറ്റാനും പലതും. അതൊന്നും എന്നെ ബാധിക്കാൻ പറ്റൂല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ സ്വർഗം ആഗ്രഹിച്ചു പോണ മനുഷ്യനാണ്.
ഞാൻ മരിക്കുമ്പോ ഈ സന്തോഷ വാർത്ത കേട്ട് മരിക്കണമെന്ന് തീരുമാനിച്ച ആളാണ്. അവിടെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒപ്പം കൂടിക്കോളി, ഇല്ലേ ഞാൻ പോകണം. ആ ഒരു നിലപാടെടുത്താൽ ഒപ്പം കൂടും. ഭാര്യ കൂടെ ഉണ്ടാവും, മക്കൾ കൂടെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഉണ്ടാവും. ഓനെ പിടിച്ചെടുത്താൻ പറ്റില്ല, ഓനെ കിട്ടില്ല, ഓനെ കിട്ടില്ല, ഓരോ ലക്ഷ്യത്തിലേക്ക് കൂടും. മറ്റത് ഉമ്മ എന്താ പറയാ, വാപ്പ എന്താ പറയാ, ഭാര്യ എന്താ പറയാ, കുട്ടികളെ സമ്മതിക്കണില്ല, അമ്മോ സമ്മതിക്കണില്ല, എളാപ്പ സമ്മതിക്കണില്ല, മഹല്ല് കമ്മിറ്റി പ്രശ്നമാണ്, നാട്ടിലെ പ്രശ്നമാണ്, അവിടെ ഉസ്താദ് അങ്ങനെയാണ്. ആരെങ്ങനായി നമ്മുടെ സ്വർഗം ഒഴുക്കി പൊടി കളയാളതല്ല. മറ്റോന് വേണ്ടി നമ്മുടെ സ്വർഗം കളയാൻ പറ്റില്ല. അബൂ ഹാസിം റഹിമഹുല്ലാഹ് താബിഈ പ്രമുഖനാണ്. അദ്ദേഹം മക്കത്തായിരുന്നു. ഭരണാധികാരി മക്കയിലെത്തി. അബൂ ഹാസിമിനെ കണ്ടു ഭരണാധികാരി. അബൂ ഹാസിമുമായി ഭരണാധികാരി ഒരുപാട് സംസാരിച്ചു. അബൂ ഹാസിം റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ആളുകൾ വലിയ ആവേശപൂർവ്വം സ്വീകരിച്ചതായിരുന്നു ആ കാലത്ത്. ഭരണാധികാരി വന്നിട്ട് അബൂ ഹാസിമിനെത്തി ഇരുന്നപ്പോൾ കുറച്ച് ഉപദേശങ്ങൾ തേടാൻ. അബൂ ഹാസിം റഹിമഹുല്ലാഹ് ഭരണാധികാരിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. ഭരണാധികാരി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു അബൂ ഹാസിമിനോട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, മൻ അഖ്സറുൻ നാസി യാ അബാ ഹാസിം. ഇമാം ദാരിമിയുടെ സുനനുൽ ദാരിമിയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൻ അഖ്സറുൻ നാസി യാ അബാ ഹാസിം, അബൂ ഹാസിം ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ്? ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ്? ഹലോ കോട്ടെ കോട്ടെ, അത് അവകാശം. മൻ അഖ്സറുൻ നാസി യാ അബാ ഹാസിം, ആരാണ് അബൂ ഹാസിം ഏറ്റവും വലിയ നഷ്ടക്കാരൻ? അബൂ ഹാസിം മറുപടി തരും, മൻ ബാഅ ആഖിറതഹു ലിദുനിയാ ഗൈരിഹി, വേറൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറം വിറ്റവൻ ഓനാണ് നഷ്ടക്കാരൻ. നമ്മൾ ദുനിയാവിന് വേണ്ടിയില്ല, നമ്മൾ ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ദുനിയാവിനെയും കിട്ടിയായിരിക്കും. മറ്റൊരാൾ ദുനിയാവിന് വേണ്ടി അവനെ പരലോകം വെക്കുക. ഓപ്പെന്താ വിചാരിക്കുക? ഞാൻ ഇപ്പൊ തൗഹീദ് പറഞ്ഞാൽ ഓനെന്താ വിചാരിക്കുക? എന്നിട്ട് ഓനെ വിചാരം പേടിച്ചിട്ട് നമ്മളെ പരലോകം കളയാം. മറ്റൊരാളുടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഓനെ വേദന ചലക്കാൻ വേണ്ടി, ഓന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പരലോകം കളയാം. ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന അറിയാം. പക്ഷെ എന്താ ഉമ്മ പറയാണ്, ബാപ്പ പറയാണ്, പെണ്ണുങ്ങൾ പറയാൻ നമ്മളെന്താ കാട്ടാ, എന്താ കാട്ടാ, സ്വർഗം വേണ്ടാക്കി. അത് അബൂ ഹാസിമിന്റെ ഉപദേശം. ഏറ്റവും നഷ്ടക്കാരൻ മൻ ബാഅ ആഖിറതഹു ലിദുനിയാ ഗൈരിഹി, മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്തിനെ വിറ്റവൻ അവനാണ് ഏറ്റവും നഷ്ടക്കാരൻ എന്നാണ്. നമ്മൾ അങ്ങനെ ആയിക്കൂടാ. നമുക്ക് സ്വർഗം കിട്ടിയേ പറ്റും. നമ്മൾ സാധുക്കൾ ദുർബലന്മാരാണ്. നരകം താങ്ങാൻ നമ്മൾ കൊണ്ട് കഴിയൂല. ദുനിയാവിനെ തീ താങ്ങാൻ പറ്റാത്ത അത്ര മനുഷ്യന്മാരാണ്. ഇതിന്റെ 78 ചൂടുള്ള നരകത്തിൽ എങ്ങനെ നമ്മൾ പോയി കിടക്കുക? കഴിയൂല, താങ്ങാൻ പറ്റൂല. എന്നാ സ്വർഗം കിട്ടാൻ മാത്രമുള്ള യോഗ്യത നമ്മളുണ്ടോ? ഇല്ലതാണ്. പക്ഷെ പടച്ചറപ്പിന്റെ ഫദ്ല് വിശാലമാണ്. അവന്റെ റഹ്മത്ത് കണക്കില്ലാത്തതാണ്. വസിഅത് റഹ്മതി കുല്ല ശൈ, എല്ലാത്തിനേക്കാളും വിശാലമാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്ത് തരാൻ അല്ലാഹുവിന് പ്രയാസമില്ല. അപ്പൊ നമ്മൾ പഠിച്ചോ എനിക്ക് സ്വർഗം വേണം, അല്ലാഹുവിനോട് പഠിച്ചോ എനിക്ക് സ്വർഗം വേണം, നിർബന്ധമാണ് സ്വർഗത്തിൽ പോകണം. ആയിക്കോട്ടെ, ഒന്നുമില്ല. അതിന് എന്താണോ ചെയ്യാൻ കഴിയും റബ്ബേ ഞാൻ ചെയ്തോളാം. കഴിയാത്ത വല്ലുണ്ടെങ്കിൽ അത് മാപ്പാക്കണം. ഇത് പറഞ്ഞിട്ട് അള്ളാഹിന്റെ മുമ്പിൽ അത് പ്രഖ്യാപിച്ച് തീരുമാനമെടുത്ത് ബിസ്മിൻ ചൊല്ലിയാണ്ട് ഇറങ്ങിയാൽ ആ വഴിക്ക് കീറാമുട്ടിയായി നിൽക്കാൻ, ആ വഴിയെ അവിടെ തടസ്സം സൃഷ്ടിക്കാൻ ആരെ കൊണ്ട് കഴിയൂല. ഒരാളെ കാത്തുനിന്നിട്ട് നമ്മുടെ സ്വർഗം കാണണം. എല്ലാ തടസ്സങ്ങളെയും തട്ടി മാറ്റാണ്ട് പോകും. ട്രെയിന് പോകുമ്പോൾ അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ട്രാക്ക് കിടന്നാൽ വരെ ഓനെ മെത്തുകൊണ്ട് പോകുന്നല്ലാതെ ആ പോക്കാ പൊട്ടി സ്വർഗത്തേക്ക്. ദുനിയാവിലെ ഏത് യാത്രയും സ്പീഡ് കുറക്കാനാ പോലുണ്ടാകും. ഏത് റോട്ടുമൊപ്പം സ്പീഡ് കുറക്കാതെ. സ്വർഗത്തുള്ള വഴിയിലോ സ്പീഡ് കൂട്ടിക്കോളി, വേഗം പോയി വേഗം പോയി. മറ്റേ എവിടെ നോക്കി ഇപ്പോൾ ദുനിയാവിലെ ഏത് യാത്രയിലും സ്ലോ സ്പീഡ് കുറക്കണം. പരലോകത്തുള്ള യാത്രയല്ല. വേഗത്തിൽ വരുവീൻ, മുൻകടക്കുവീൻ. എല്ലാരും ഓവർടേക്ക് ചെയ്ത്, എല്ലാരും മറികടന്ന് എല്ലാവരും ഓവർടേക്ക് ചെയ്ത് വേഗത്തിൽ വരൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിലേക്ക് സ്പീഡ് കൂട്ടി വേഗം വരും. അവിടെ തടസ്സങ്ങളില്ല. എന്ത് തടസ്സമുണ്ടോ തട്ടി മാറ്റി ഒരാൾ പോകും. അല്ലാതെ അഴിമക്ക് തങ്ങി നിന്നിട്ട് നമ്മളെ സ്വർഗം കളയാൻ പറ്റില്ല. ആ തീരുമാനമെടുത്ത്
ശവ്വാലിലേക്ക് കടന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ വരെയല്ല, നമ്മുടെ ജീവിത അവസാനം വരെ ഇത് മതിയാവും നമുക്ക് വെളിച്ചമായി മാറാൻ. അങ്ങനെ വെളിച്ചം സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സർവോപരി പഠിച്ചോടൊപ്പം തുറന്ന് പ്രാർത്ഥിക്കാം. എന്ത് ചെയ്താലും ഒന്നുമല്ല, എത്ര അമൽ ചെയ്താലും നമ്മുടെ അമൽ ഒന്നുമല്ല. നമ്മൾ അത്ര ദുർബലമാണ്, സാധുക്കളാണ്. ഇഖ്ലാസില്ല, ഈമാനില്ല, തഖ്വയില്ല, വിവരമില്ല, മഹാ പോയത്തക്കാരാണ് നമ്മളൊക്കെ. എന്താ നമുക്കറിയാം? ഒന്നുമില്ലല്ലോ. ഖുർആൻ ഒരു 30 ദിവസം മര്യാദക്ക് ഓതാൻ പറഞ്ഞാൽ നമുക്ക് കഴിയും. 30 ദിവസം പോട്ടെ, ഞാൻ വിളിച്ചത് ഫാത്തിഹ ഓതിക്കാണ്, ഈ മൈക്കിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ എനിക്കടക്കം പഠിക്കണം. അതിപ്പോ ഞാൻ ഓതിയ ശരിയാവോ? അതിപ്പോ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. അത്ര വരെ നമുക്ക് നമ്മുടെ ദിവസം 17 വട്ടം ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ, അതുവരെ തെറ്റില്ലാതെ നാലാളെ മുമ്പിൽ ഓതാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഇതല്ല നമ്മുടെ അവസ്ഥ. 10 ആള് പോയിട്ട് ഞങ്ങൾ ഇമാമക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമാമക്ക് ശരിയാവില്ല. ഇമാമിന് നിസ്കാരത്തിൽ പ്രാർത്ഥന ചെയ്യാണ്ടോ? ഒന്നുമില്ല. അത്ര എടുത്തുള്ളൂ. വിശുദ്ധ ഖുർആന്റെ ആശയം പഠിച്ചിട്ടില്ല, ഹദീസുകൾ നമ്മൾ പഠിക്കാൻ തുനിഞ്ഞിട്ടില്ല, വിശ്വാസങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൽമ് വളരെ 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 കുറവാണ്. നമുക്ക് തഖ്വയില്ല, ഇഖ്ലാസില്ല, ഈമാൻ കുറവാണ്, ഒന്നുമില്ല. അത്ര സാധുക്കളാണ് നമ്മൾ. അതുകൊണ്ട് പടച്ചറപ്പിന്റെ ഫദ്ല് മാത്രമാണ് പ്രതീക്ഷ. അല്ലാഹുവിന്റെ നിഅമത്ത്, അവന്റെ റഹ്മത്ത്, അവന്റെ ഫദ്ല്, അത് മാത്രമാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹ് കൈവിടിയൂല, അല്ലാഹ് വെറുതാക്കൂല. അല്ലാഹ് തന്ന ഓഫറാണ്, നിങ്ങൾ ചെയ്ത ഒരു അമലും ഞാൻ പാഴാക്കുകയില്ല. പഠിച്ചോ തരും, ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് അല്ലാഹു തആല തിരിച്ചു തരും. റബ്ബ് നൽകുമാറാവട്ടെ. ആ നിലക്കുള്ള ഒരു പ്രതീക്ഷയിൽ പുതിയൊരു ജീവിതം, പുതിയൊരു ജന്മം കിട്ടിയതുപോലെ പുതിയ ജീവിതം ആരംഭിക്കണം. ഈ റമദാൻ കഴിഞ്ഞപ്പോ ഇനി ആള് മാറി, പഴയ പോലെയല്ല. ഓ മാറി, ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. കല്യാണം കഴിഞ്ഞാൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കും. കുറെ കാലങ്ങളായി ആഗ്രഹിച്ചൊരു വീട്, ആ വീടിന്റെ പണി കഴിഞ്ഞ് പുതിയ പെരടുത്ത് കുടിക്കലും കഴിഞ്ഞ് അയക്കൽ മാറുമ്പോൾ നമ്മൾ പറയാം ഇഞ്ഞപ്പെടാണ്ട് നമുക്കെന്താണ്ട് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ വണ്ടി വാങ്ങി അവിടെ ജീവിതത്തിൽ റൂട്ട് മാറാണ്. മക്കളുണ്ടായി അവിടെ റൂട്ട് മാറാണ്. എന്നതുപോലെ ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. റമദാൻ മാസം കഴിഞ്ഞു, ഒരുപാട് തിരിച്ചറിവുണ്ടായി, പലതും മനസ്സിലാക്കി, പല റൂട്ടും ശരിയല്ലാന്ന് മനസ്സിലായി. സ്വർഗം വേണം നിർബന്ധമായി. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയ ജീവിതമാണ്. അതാണ് ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ ഇന്നാണ് മരിച്ചാലും ലാഭമാണ്. 99 ആളെ കൊന്ന മനുഷ്യരെ ചെയ്തത്, 99 ആളെ കൊന്ന് 100ാമനെയും കൊന്നു. പിന്നീട് അയാൾ എന്ത് തീരുമാനിച്ചുള്ളൂ? ഇനിങ്ങനായാ പറ്റൂല, കഴിഞ്ഞു, ഇനിങ്ങനായാ പറ്റൂല എന്ന് തീരുമാനിച്ചിറങ്ങിയപ്പോ അവിടെ മരിച്ചയാള് സ്വർഗം കിട്ടിയാക്കി. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു വെച്ച അമലുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദായ ഫദ്ൽ കൊണ്ട് പരിപൂർണമായി സ്വീകരിക്കുകയും അതിന്റെ അങ്ങേയറ്റത്തെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അബദ്ധങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.